Hello, welcome back to our YouTube channel, Trinsizarin. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബഹളമായിരിക്കും. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ് 2-3 ദിവസമായിട്ട് വെക്കേഷൻ ആയിട്ട് തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളായിട്ടൊക്കെ നമ്മളൊരു വീഡിയോ ഓൾറെഡി ഇട്ട്. അപ്പോൾ കുറേ പ്രാവശ്യം അപ്പോൾ തന്നെ എന്താണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെരിക്കാക്ക എൻ്റെ ലൈഫിലേക്ക് വന്ന ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് അല്ലേ സെരിക്ക? ആരും എക്സൈറ്റഡ്? അപ്പൊ ഈ സെരിക്കാക്ക എൻ്റെ ലൈഫിലേക്ക് എങ്ങനെ വന്ന് ഞങ്ങൾ എങ്ങനെ മീറ്റ് ചെയ്ത് അങ്ങനെ ഒരു കുട്ടി വീഡിയോ ചെയ്യാന്ന് ഓർത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മെമ്മറിയിലേക്കൊക്കെ ബാക്കോട്ടൊക്കെ പോണ. എല്ലാവർക്കും അതിനേലും കൂടുതൽ എന്താന്ന് അറിയണ്ടേ, എങ്ങനെ മാറിയെന്നും കൂടി അറിയാനാണ് ആ ചോദ്യം. അതങ്ങനെയല്ലേ ശരിക്കും മാറിയതൊക്കെ കുറച്ച് ഡാർക്കും ലൈറ്റ് ഒക്കെ കൂടിയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. പക്ഷെ എനിക്കിഷ്ടം ഞാനും ഓർത്തിരിക്കാൻ നീ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോ മുതലുള്ളായിരിക്കും. അത് തുടങ്ങി എങ്ങനെ മാറി അങ്ങനെ കണക്ട് ചെയ്ത അതൊക്കെ ആയിരിക്കും. കാരണം എനിക്ക് ആദ്യത്തെ പറഞ്ഞ എന്തായാലും എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും. മാറിയത് പറയുമ്പോ ഇതാ ഞാൻ മാറിയത് കൊണ്ട് പറഞ്ഞ ഓക്കെ ആയിരിക്കും. അല്ലെങ്കിലേ അതെ, അല്ലെങ്കിൽ ഇവനെ അപ്പൊ തന്നെ നമുക്ക് ചാനലിന് കട്ട് ചെയ്യേണ്ടി വരും. അതായിരിക്കും അല്ലേ? ഇത്രയേരം ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരുന്ന ആള് ഞങ്ങൾ ഇട്ടിട്ട് പോയി ഞങ്ങൾ എടുക്കേണ്ടി വരും. അതെ, എന്റെ ആച്ചുക്കളിയാണ് എടുത്തന്നോണ്ടിരുന്നത്. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, വരും. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. കാരണം എന്താ അറിയോ, ഇച്ചിരി ഇങ്ങനെ പിടിച്ച് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വീഡിയോയില് പറയാൻ വേണ്ടി പറ്റൂല. ഞാൻ അവിടെ നോക്കണത് പാച്ച് വന്നു കഴിയുമ്പോ കുറച്ചും കൂടി നന്നായിട്ട് പറയാം അല്ലേ മോനെ? എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് റിലാക്സ്ഡ് ആണ് കേട്ടോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നായിരിക്കും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞു റിൻഷി നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് കളിക്കും, നല്ല കുക്കറാണ്. കുക്കറല്ലേ ഗ്യാസ് അടുപ്പ്? ഫുൾ ചില്ല. അച്ഛൻ വരാത്ത എടുക്കണ്ട്. റിൻഷിന്റെ വീടാണ് ഇത്. അത് എന്റെ വീടാണ് ഗൈസ്. ഒരു ദിവസം എന്റെ വീട്ടിലെ ഹോം ടൂർ ചെയ്യാട്ടോ. ഇതൊക്കെ ഞാൻ കളിച്ച് വളർന്ന് നടന്ന് നടന്ന ഇതാണ്. ഞാൻ വേറൊരു അച്ഛൻ ചെയ്യുമ്പോ ഒരു ഇതും കൂടി കാണിച്ചു കൊടുക്കട്ടെ. ആ വീട് കാണുന്നുണ്ടോ? ഇതേ കാണുന്ന വീട്. ഇതേ അനുമോം ഹായ്. ഞാൻ കാണുന്ന വീട് കണ്ടോ? അതാണ് ഞാൻ എൻ്റെ മോൻ്റെ പ്രായമൊക്കെ ഉള്ള ടൈം വരെയും ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ ലോകം ഒരു സ്വർഗം എന്നൊക്കെ പറയാതിരിക്കാം. അടിപൊളിയായിരുന്നിട്ട് ആ വീട്ടിലെ ഓർമ്മകളൊക്കെ. ഞാനും എൻ്റെ ഇക്കാക്കന്മാരും എൻ്റെ ഉപ്പ ഉമ്മ ഇങ്ങോട്ടില്ല. അത് ഇത് എന്റെ റുക്സാനാന്റിന്റെ വീട്. റുക്സാന്റെ പെർമിഷൻ ഇല്ലാണ്ട് വീട് ഷൂട്ട് ചെയ്ത കോപ്പിറൈറ്റ് അടിക്കോ ഇനി? റുക്സാന്റെ അവിടെ ഇല്ല, റുക്സാന്റെ അറിയണ്ട. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ലൈഫിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് റെക്കോർഡൊക്കെ വെക്കണ ഒരു ടൈം. അതായത് ക്ലാസ് ഏകദേശമൊക്കെ പകുതി മുക്കാലും ക്ലാസ് ആയിട്ടുണ്ട്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. അപ്പം ഞങ്ങൾ ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജിൽ ഏജ് ആണല്ലോ. നമുക്ക് ഈ സീരിയസ് കാര്യങ്ങളോടൊന്നും വലിയ ഇഷ്ടമില്ല. നമ്മളതായ ഒരു ലൈഫിൽ ഹാപ്പി ആയിട്ട് കൂടിക്കൊണ്ടിരിക്കണം. ഫ്രണ്ട്സും ബഹളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എൻ്റെ +2 കാലഘട്ടം. എനിക്ക് എൻ്റെ സ്കൂളിങ് ടൈം ഓർമ്മയിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ +2 തന്നെയാണ്. അപ്പോൾ ആ ടൈമിൽ റെക്കോർഡ് വെക്കണ ഒരു ദിവസം ഉച്ചയായപ്പോൾ ഞാൻ മോർണിംഗ് സ്കൂളിലേക്ക് പോണത് നേരം വരെ ഒരു ഇതിനെപ്പറ്റി ഒന്നുമില്ല കേട്ടായിരിക്കാം. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ഉച്ചകഴിഞ്ഞ് ഇരിക്കുമ്പോണ്ടല്ല, എൻ്റെ ക്ലാസ്സിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് വിളിച്ചു. സ്കൂളിലിങ്ങനെ സ്റ്റാഫൊക്കെ ഉണ്ടാവൂലേ, ചേച്ചിമാർ. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞ് പ്രിൻസിനെ ഓഫീസ് റൂമിൽ വിളിക്കുന്നു. മിക്കപ്പോഴും ഓഫീസ് റൂമിൽ എണീച്ച് പോയി ശീലമായതുകൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ അന്ന് അവിടെ ഓഫീസ് റൂമിൽ ഇരുന്നോ റിൻസി, നീ അപ്പാ പൊന്നരാടം വിളിക്കണ്ടല്ലോ. വേറൊന്നുമല്ല കേട്ടോ, വിളവിൻ്റെ അല്ല, എല്ലാ വിളവിലും കൂട്ടത്തിൽ ഞാനൊരു പായസത്തിലും മുന്തിരി പോലെ ഞാനുണ്ടാവും. അപ്പം എന്നെ വിളിപ്പിക്കും. അങ്ങനെ മിക്കപ്പോഴും ഓഫീസ് റൂം ക്ലാസ് റൂമൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് ഞാൻ.
അപ്പൊ അന്ന് വിളിച്ചപ്പോ എന്റെ വിചാരം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ പറയുന്നുണ്ട്, എന്റെ പൊന്നു ചേച്ചി ഞാൻ അതിലൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കമ്പനി അടിച്ചൊക്കെ അവിടെ ചെല്ലണം. അവിടെ ചെല്ലുമ്പോ എന്റെ ഉമ്മിന്റെ മോനിരിക്കണം, ആരിസ്കാക്ക ഇരിക്കണം. ആരിസ്ഖാനെ കണ്ടപ്പോഴത്തേക്കില്ലേ നെഞ്ചക്കൊരാന്തല്. എന്തായിരിക്കും വീട്ടിൽ നിന്ന് സ്കൂൾ ടൈമിൽ ഒരാൾ പെട്ടെന്ന് വരാ, ക്ലാസ്സിൽ നിന്ന് ബാഗ് എടുത്തു എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ എനിക്ക് അപ്പിടാൻ മുട്ടനാണ്, എന്ത് വണ്ടാരോണെന്ന് അറിയില്ല. ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ കൂടിയിട്ട് ഭയങ്കര പ്രശ്നം. ഞാൻ എന്തു പറ്റിക്കാക്ക? ഒന്നുമില്ല, ബാഗ് എടുക്കുക പോവാന്ന്. ഞാൻ മര്യാദക്ക് പറ എന്തു പറ്റി, ഞാൻ ടായിക്കാക്കാൻ ഇടിക്കണൊക്കെ ചെയ്യണ്ട്, പറയാടൂ എന്താന്നൊക്കെ. എന്നിട്ട് എന്നെ വണ്ടി കയറ്റിയിട്ട് നേരെ എൻ്റെ സീൻതാനിൻ്റെ വീട്ടിൽ കൊണ്ട്, എന്നെ അരിസ്കാക്ക കൊണ്ടാക്കി. അവിടെ ചെല്ലുമ്പോ എല്ലാരും ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ചെന്ന് പറയണേ ഇന്ന് എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വന്നിട്ടത്. ഞാൻ പറഞ്ഞു ഇത് മര്യാദക്ക് പറഞ്ഞ് ഞാൻ ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് വരൂലേ, എന്നെ എങ്ങനെ കൊണ്ടുവന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണല്ലോ സ്കൂളിലൊക്കെ ഇങ്ങനെ വന്നത്. അപ്പം ഞാനിത് 1-2 പേരെയൊക്കെ കണ്ടേക്കണോണ്ട് എനിക്ക് ഞാൻ പെട്ടെന്ന് വേണ്ടാത്ത കാര്യമൊക്കെ ചിന്തിച്ചു കൂട്ടി എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. ഫസ്റ്റ് തന്നെ ആയിരിക്കും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഡാർക്ക് ഓർമ്മ വന്നിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നു തന്നെ. അങ്ങനെ ആയിരിക്കും എന്നെ പെണ്ണാണാൻ വേണ്ടി വന്ന്. പെണ്ണാണാൻ വന്നപ്പോൾ എനിക്ക് എന്താ ഒരു ഓർമ്മയിലുള്ളത്, പെണ്ണാണ് ചായക്ക് കടിയായിട്ട് പപ്സ് വെച്ചേക്കുന്നു. എവിടെയെങ്കിലും ആരെങ്കിലും പപ്സ് കഴിക്കും. എൻ്റെ ഇക്കാക്ക പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് അയാൾക്ക് അറിയൂല. മിച്ചർ വെക്കോല്ലേ, മിച്ചറൊക്കെ കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ ആരും തിന്നില്ലാലോ പപ്സ്? പപ്സ് എങ്ങനെ തിന്നു? ഞാൻ വിശന്ന ക്ലാസ്സിൽ നിന്ന് വന്ന് ധരിക്കാ പോയ ഉടനെ ഞാൻ പപ്സ് എടുത്ത് തന്നു. ഇവർക്ക് ഗുണമായി. അതെ, എന്ത് കഴിച്ചില്ല. പക്ഷെ എന്താന്ന് ഇരിക്കാ, പക്ഷെ വേറെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടായില്ലേ? പപ്സ് മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്നിട്ട് ഞങ്ങള് ഞാനും ഒന്ന് നേരിട്ട് കണ്ടേനിപ്പോ എന്നോട് മിണ്ടിയില്ല. സംസാരിക്കാന്ന് പറഞ്ഞപ്പേ അവിടെ ഇതല്ല അവിടെ വീട്, വേറെ വീടാണെന്ന്. ഒരു നില കുഞ്ഞു വീടായിരുന്നു. റൂമിൽ കയറി ഇല്ലടാ, നീ സീന്താന്റെ അവിടെ ഫസ്റ്റ് ഒന്നും മിണ്ടിയില്ല. ഇവിടത്തെ എനിക്ക് ഓർമ്മയില്ല. ഇല്ലേ, അന്നാ ഇവിടത്തെ പറയാം. ഫസ്റ്റ് വേറെ സ്ഥലത്താ വന്ന് കണ്ടത്. എന്റെ ആന്റിന്റെ വീട്ടിലാണ് ആദ്യം എന്നെ വന്ന് കണ്ടത് കേട്ടാ. എന്നിട്ട് ധരിക്കാക്ക എന്റെ മുഖം ധരിക്കാക്കെ പറഞ്ഞ എന്റെ മുഖം കണ്ടില്ല എന്നൊക്കെ. എന്നിട്ട് എന്റെ മുഖം കാണാണ്ട് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേക്കണം. പറഞ്ഞു നീ അതൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞല്ലേ എനിക്കാ പറഞ്ഞു. പിന്നെ ഞാൻ വന്നത് മുഖം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ വന്നത്, മുഖം കാണാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇത്രയും നല്ല ഇഷ്ടപ്പെടാത്തൊരു ഞാൻ തന്നെ വന്നത്. ഇവൻ കൊറേ ഇവൻ നോണ പറഞ്ഞ ഞാൻ അപ്പൊ ഇന്റർപ്രറ്റ് കേറൂട്ട. ഇന്ററപ്റ്റ് ചെയ്ത് ഞാൻ കേറും. പറഞ്ഞു കണ്ടിന്യൂ. ഫസ്റ്റ് വന്നിട്ട് നമ്മ അങ്ങനെയല്ല, ഫസ്റ്റ് പോയി കഴിഞ്ഞാൽ ശരിക്കും കണ്ടിട്ട് കാണൂല കുറെ പേരൊക്കെ വീട്ടുകാർ ഇതിനൊക്കെയുള്ള പോണത്. അങ്ങനെ എൻ്റെ 3ാമത്തെ പെണ്ണാണല്ലോ വരുന്നത്. 1 2 3 ഓക്കെ ശരിയാ. 3ാമത്തെ പെണ്ണാണിൽ പോയിട്ട് വെറുതെ എല്ലാരെയും പോയി കാണുന്നു. 2 പേരെ കണ്ടുള്ളൂടി. എന്ത് നാണുണ്ടാ, ഞാൻ ഒരു മനുഷ്യനെ കണ്ടില്ലല്ല. അവ ചെന്നപ്പോ സത്യത്തിൽ അവിടെ എല്ലാരും ഉണ്ടായി, ഞാൻ ഇവിടെ കണ്ടിരുന്നില്ല. അപ്പൊ വീട്ടിൽ വന്നപ്പോ എനിക്ക് ഒന്നും കൂടി കാണണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒന്നും കൂടി കാണണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല. രണ്ടാമത് വന്ന് ഇവിടെ വന്നിട്ടാണ് ഈ പപ്സൊക്കെ തന്നെ. ഫസ്റ്റ് എനിക്ക് ഓർമ്മയൊന്നുമില്ല. പപ്സ് തന്നത് എനിക്ക് അപ്പൊ ഒന്നും ഓർമ്മയില്ല. പറയണൊക്കെ നോണേട്ടാ. പപ്സ് എന്താ ഓർമ്മയുണ്ട്, പക്ഷെ എവിടെ ഫസ്റ്റ് വന്നതാണ് സിന്താന്റെ പപ്സ് തന്നെ. ഇവിടെ വന്നപ്പോ നാസ്തയൊക്കെയല്ലേ കഴിച്ചത്? ഇടിയപ്പം, പത്തിരി, ഭൂരി, ഇറച്ചിക്കറി കറിയൊക്കെ. രണ്ടാമത് വന്നപ്പോ നാസ്ത തന്നെ. 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്നെ പെണ്ണാണാൻ വേണ്ടിട്ട്. കഥ ഇപ്പോഴൊന്നും തീരൂല. അതായിരുന്നത് കാല് പറയാൻ തുടങ്ങണേ എവിടെ ചെന്ന് അവസാനം. അല്ല, ഇപ്പൊ ധരിക്കാക്കല്ലേ പറഞ്ഞത്? ഞാനാ മോനെ പറഞ്ഞത് നമ്മളവിടെ വന്ന് പെണ്ണാണാൻ വേണ്ടി വന്ന്. സംസാരിക്കാം. അപ്പൊ അങ്ങനെ രണ്ടാമത് വന്ന് ചേച്ചനെ കണ്ട് പിന്നെ ഞങ്ങള് കൊറേ സംസാരിച്ചിട്ടാ. അന്നാണ് ഞാൻ ധരിക്കാണ്ട് ഫ്രീ ആയിട്ട് സംസാരിക്കണം. ആദ്യം ധരിക്കാക്ക വന്ന് എന്നെ കണ്ടപ്പോ എനിക്ക് ധരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ സങ്കല്പത്തിലെ ആളിങ്ങനെയല്ല,
എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഭയങ്കര ഹിന്ദി സീരിയലിന്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഹിന്ദി സീരിയലിലെ ആൾക്കാരും ബഹളവും ഒക്കെ ആയിരുന്നായിരിക്കും എൻ്റെ ഉള്ളിൽ. ഞാൻ എൻ്റെ കല്യാണം അല്ലെങ്കിൽ എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ കുറേ ബിൽഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായി. അതൊക്കെ ഒരു നിമിഷം ആരൊക്കെയോ ഒന്ന് ബോംബിട്ട് തകർത്ത പോലെ ഒരു ഫീലൊക്കെ ആയിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ എന്നെ കണ്ട് രണ്ടാമത്തെ എന്നെ ഇഷ്ടപ്പെട്ടോ പരിഷ്കാരിനെ പോലെ ടൈറ്റ് ഷർട്ടും എണ്ണയൊക്കെ തേച്ച് അങ്ങനെയൊക്കെ ആരെങ്കിലും വരുമായിരിക്കും ഒരു പെണ്ണ് കാണാൻ. ഞാൻ വരും അതെനിക്ക് വേറെ ആരും വരില്ല. ആ കറക്റ്റ് എജോ തന്നെയായിരുന്നു ഒരിക്കൽ. എന്നെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമാവും. എന്നെ പോലെ പരിഷ്കാരിയായ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോ ചോദിക്കുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ടില്ലേ ഞാൻ ഇവളോട് എന്തോ ഒരു കാര്യം ഞാൻ ചോദിച്ചോളൂ. ഇവള് ചറ സംസാരിച്ചോണ്ടിരിക്കണേ. അപ്പൊ ഇവളുടെ ആങ്ങളില്ലേ മൂത്തത് റഷീഫ് കൊണ്ട് എന്നോട് പറയുന്നതാണല്ലോ അവളോട് പേര് ചോദിച്ചാൽ ഇൻഷൽ ഉൾപ്പെടെ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേര് ചോദിച്ചു എന്റെ പേര് ഇന്നസെന്റ് ചോദിക്കില്ല അതല്ല എന്താ പേരെന്ന് ചോദിച്ചാ. അപ്പൊ റിൻസില PJ എന്നോട് പറഞ്ഞു. അങ്ങനെ ഫുൾ നെയിം എന്നോട് പറഞ്ഞത്. സ്കൂളിൽ പറയൂല അതേപോലെ പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു പയറടി ഞങ്ങളോട് തുടങ്ങിയിട്ടില്ലേ മുട്ടം പയറായിരുന്നു. എനിക്കൊരക്ഷരം മിണ്ടണമെന്നില്ല. ഫുള്ള് ഇവിടെ തന്നെ പറഞ്ഞു. പിന്നെ എന്റെ ബർത്ത്ഡേ വർത്താനത്തിൽ ഇവിടെ എന്റെ ഹൃദയത്തിലേക്ക് ഇതുപോലെ എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ സംസാരിച്ചപ്പോ കുഴപ്പമില്ല എനിക്ക് ഓക്കെ പറഞ്ഞു. നിനക്ക് ഓക്കെ ആയിരിക്കും എനിക്ക് ഓക്കെ ചോദിച്ചാ ഇല്ലല്ലേ. ആരും ശരിയാണ്ട് ആരും ഇവരുടെ സമ്മതം ആരും ചോദിക്കാം. ഇത് എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു കാര്യം, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി പോണം. ഞാൻ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഇഷ്ടമില്ലാത്ത കല്യാണം, എനിക്ക് അയാൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എല്ലാരും പറഞ്ഞപ്പ എന്റെ ഉമ്മാക്ക് കൊറേ ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ പറയാ സങ്കല്പല്ല, ഉമ്മക്ക് സങ്കല്പല്ല എല്ലാം മോനെ. ഉമ്മ പറഞ്ഞിട്ടുണ്ടായി കുറച്ച് പക്വത ഉള്ള ഒരാളെ എൻ്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കുള്ളൂ. കാരണം എൻ്റെ മോൾക്ക് പക്വത ഇല്ലാത്തതാണ്. പക്ഷെ ഇത് ഇച്ചിരി ഓവർ പക്വതയായിപ്പോയി. ഞാൻ ഉമ്മ പറയും ഇച്ചിരിയൊക്കെ പ്രതീക്ഷയുള്ളൂ. പക്ഷെ ഇരിക്കാക്കാന്ന് പറഞ്ഞാൽ ജനിച്ച അന്ന് മുതൽ ഭയങ്കര പക്വതയോട് ജീവിച്ച് അതെ ഇരിക്കാക്ക അന്ന് മുതലേ പക്വതയാണ്. അതുപോലെ അതായത് ഒരു ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഒരു വയസ്സിനെ കല്യാണം കഴിച്ച പോലത്തെ ഒരു ഫീലായിരുന്നു. എല്ലാം ഇരിക്കാക്ക ഭയങ്കരമായിട്ട് കടന്ന് ചിന്തിക്കും. പക്ഷെ കല്യാണത്തിന് മുമ്പൊക്കെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഇരിക്കാൻ ഓക്കെ ആയിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോ ഇരിക്കൊക്കെ കുറേയും വേറൊരാളെ പോലെയൊക്കെ അയക്കണ്. അതായത് അതെന്താ മോനെ അങ്ങനെ ആയത്? അങ്ങനെയല്ല ഫോണിലപ്പൊ അങ്ങനെ ആയിരിക്കണോ? ഫോൺ ചെയ്യുമ്പോ ഇരിക്കാക്ക ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹായ് കതി വന്നേ കുഞ്ഞ. ഇത് ഞങ്ങളെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിലെ സച്ചിൻ കുഞ്ഞാണ്. അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയ ഒരു വന്നെ മുറ്റാവുന്ന്. ഞങ്ങളെ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ പയ്യെ വന്നിട്ട് വീഡിയോ എടുത്തോട്ടുമ്പോ എന്നാ ഷൂട്ടിങ്ങിൽ വന്നിട്ടാ കറക്റ്റ് സ്റ്റെപ്പ്. അയ്യോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഫ്രീ ഒക്കെ പോയിരിക്കും. എന്റെ കല്യാണം ഞാൻ തന്നെ നടത്തിയത്. അപ്പൊ അതിൻ്റെതായ ഉത്തരവാദിത്വം കുറേ കാര്യങ്ങൾ എനിക്ക് അതിലുണ്ടായിരുന്നു. അന്ന് ഇവളോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അറിയാം, മൂപ്പരിക്ക് അറിയാം. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ എനിക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അധികമൊന്നുമില്ല, കുറച്ച്. അപ്പോൾ അത് തീർക്കാനുള്ള പെടാപ്പാട് വേറെ. കല്യാണം കഴിച്ചൊരു ഉത്തരവാദിത്വം വന്ന് പുതിയതായിട്ട് ഞാൻ പ്രിൻസിപ്പൽ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ഫ്രണ്ട് സർക്കിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എനിക്ക് വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് എനിക്ക് ഒരു 30-35 വർഷത്തോളം വാടക വീട്ടിൽ താമസിച്ച ആളാണ്. അപ്പോൾ ഈ 35 വർഷം മാറി മാറി താമസിച്ചിട്ട് എനിക്ക് എല്ലാ ഏരിയയിലും സുഹൃത്തുക്കളുണ്ട്. എനിക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. കാരണം ഇങ്ങനെ മാറി മാറി താമസിക്കുന്നതുകൊണ്ട് എല്ലാവരും സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ചാൾ ഇപ്പോൾ ഞാൻ ഫുൾ ടൈം പുറത്ത് കളിച്ച് കിടന്ന് വെച്ച ആളെ പുറത്ത് പോവും. ശനി ഞായറൊക്കെ പുറത്ത് തന്നെയാണ് കളിക്കാൻ പോകും, ഫ്രണ്ട് സർക്കിൾ അങ്ങനെയൊക്കെ ആൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബാധ്യത വന്ന് പിന്നെ ഒരു കുടുംബം വന്ന് അപ്പോൾ മൊത്തത്തിൽ അതായിട്ടൊന്നും ചെല്ലാവാൻ എനിക്കും കുറച്ച് ടൈം എടുത്ത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ചേഞ്ചസ് എനിക്ക് കാണിച്ചാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചേഞ്ചസാ
ആ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ചേഞ്ചസ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം ഉറപ്പിച്ച ടൈമില് ഫോൺ ചെയ്യണല്ലേ, ശരിക്കും നമ്മ ഫോൺ ചെയ്യുമ്പോൾ ഓപ്പണായിട്ട് അങ്ങനെ സംസാരിച്ചു പോകണേ. പിന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തോ അതിനൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ. എനിക്കാക്ക മൊത്തത്തിൽ മാറി വേറെ ആരാണ്ടിയ പോലെ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞേ അമ്മ നൈസായിട്ടൊന്ന് പെട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. കാരണം അപ്പം പറയാമോ എനിക്ക് തോന്നുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കും, നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ ബൈ.